ഹലോ. KTU റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിവരിക്കുന്ന ഈ വീഡിയോ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ വീഡിയോകളിൽ KTUവിൻ്റെ റൂൾസ്, പഠന സമ്പ്രദായം, ക്രെഡിറ്റ് സമ്പ്രദായത്തിലുള്ള ഇവാലുവേഷൻ മെത്തേഡ്സ് എല്ലാം വിവരിക്കുകയുണ്ടായി. തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ കരിക്കുലം ഫസ്റ്റ് ഇയറിൻ്റെത് വിശദമായിട്ട് നാം ഡിസ്കസ് ചെയ്തു. ഇനി 3 മുതൽ 8 വരെയുള്ള സെമസ്റ്ററുകളുടെ 2, 3, 4 വർഷക്കാലത്തെ കരിക്കുലത്തെ കുറിച്ചാവാം ഈ ഒരു പാർട്ടിൽ. 3-ാം സെമസ്റ്ററിൽ പൊതുവേ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സ്ലോട്ട് എയിൽ നമുക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് മാത്തമാറ്റിക്സ് 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ഗ്രൂപ്പുകൾ. കമ്പ്യൂട്ടർ അടങ്ങിയ ഗ്രൂപ്പ് എ, ഇലക്ട്രിക്കൽ സയൻസുകൾ അടങ്ങിയ ഗ്രൂപ്പ് ബി, ഫിസിക്കൽ സയൻസസ് അല്ലെങ്കിൽ നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് അടങ്ങിയ സിവിൽ മെക്കാനിക്കൽ തുടങ്ങിയ ബ്രാഞ്ചസ് ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് ലൈഫ് സയൻസസ് ലൈക്ക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ അവരവർക്ക് പറ്റിയ വിധത്തിലുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയുള്ള സിലബസ് ആയിരിക്കും ഈ പറയുന്ന ഗ്രൂപ്പ് സ്പെസിഫിക് മാത്തമാറ്റിക്സിൽ. 3-ാമത്തെ വിഷയമായിട്ട് അത് വരികയാണ്. അതിൻ്റെ കോഡ് നമ്പർ നോക്കുക, 301. GY, വൈയുടെ സ്ഥാനത്ത് നമുക്ക് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ആൽഫബറ്റ് ഉണ്ടാവും. MA എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സ്. T മീൻസ് തിയറി. അത് ആഴ്ചയിൽ 4 മണിക്കൂറാണ് ടോട്ടൽ ക്ലാസ്. അതിൽ 3 മണിക്കൂർ ലെക്ചറും 1 മണിക്കൂർ ട്യൂട്ടോറിയലുമാണ്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ ശരിക്ക് പകുതി കുട്ടികളെ വെച്ച ഒരു ഫാക്കൽറ്റി, ഒരു സ്റ്റാഫ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി അവർക്ക് ആഴത്തിൽ പറഞ്ഞു കൊടുക്കുക. ക്ലാസ്സിൽ വെച്ച് തന്നെ വിശദമായിട്ട് ബോർഡിൽ മാത്രമല്ല കുട്ടികളുടെ ബുക്കിൽ അവർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ 60 കുട്ടികൾക്ക് ഒരു അധ്യാപകനാണ് ലെക്ചർ ക്ലാസ്സിനെങ്കിൽ നേർപകുതി 30 കുട്ടികൾക്ക് ഒരു അധ്യാപകനായിട്ടാണ് ട്യൂട്ടോറിയൽ നടത്തേണ്ടത്. പിന്നെ ഇവിടെ സെൽഫ് സ്റ്റഡി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ക്ലാസ് അവേഴ്സിന് പുറമെ കുട്ടികൾ ചെലവഴിക്കേണ്ട മിനിമം ആയിട്ടുള്ള പീരീഡുകളാണ്. 6 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ഓരോ കുട്ടിയും മിനിമം മാത്സ് പഠിക്കാൻ വേണ്ടി ക്ലാസ്സിന് പുറമെ ഉപയോഗിക്കേണ്ടത്. അതിൽ കൂടുതൽ ചെയ്താൽ നല്ല കാര്യം തന്നെ. പലർക്കും കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പരിശീലിക്കേണ്ട ഒരു വിഷയമാണ്. ചെയ്ത് തന്നെ പരിശീലിക്കണം. മാത്സ് ഒരിക്കലും കണ്ടോ കേട്ടോ വായിച്ചോ ചർച്ച ചെയ്തോ അല്ല പഠിക്കേണ്ടത്, ചെയ്ത് പഠിക്കണം. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും അരുത്. അങ്ങനെ മാത്സിന് മുഴുവൻ മാർക്കും S ഗ്രേഡ് എപ്പോഴും വാങ്ങാൻ സാധ്യതയുള്ള വിഷയമായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പഠിക്കുക. പിന്നെ ഉള്ളത് കോർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം കോർ, PC എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. ഓരോ ബ്രാഞ്ച് പഠിക്കുന്നവർക്ക് അവരുടെ വിഷയങ്ങളുടെ അടിസ്ഥാന വിഷയം ആദ്യത്തെ കോറ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിഷയമായിരിക്കും ഇത്. അത് ഓരോ ബ്രാഞ്ചിനും വ്യത്യസ്തമായതുകൊണ്ടാണ് ഇവിടെ അത് എഴുതാത്തത്. അതിൻ്റെ സ്ട്രക്ചറായിട്ടേ ഈ കരിക്കുലം ടേബിളിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഒരു പുതിയ പഠന സമ്പ്രദായമാണ് ഈ ഒരു സ്കീമിൽ പുതുതായിട്ട് വരുന്നതാണിത്. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, PBL. അതിൻ്റെ ആദ്യ വിഷയമാണിത്. അതും ഒരു പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും, കോഴ്സായിരിക്കും. അതിന് ലെക്ചർ 3 മണിക്കൂറും പിന്നെ പ്രോജക്റ്റ് 6 എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ മിനിമം ഓരോ മണിക്കൂറും ക്യാമ്പസിൽ വെച്ച് പഠന സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. സെൽഫ് സ്റ്റഡിക്ക് സമയം കൂടുതൽ കരുതി വെച്ചിരിക്കുന്നു. 7 മണിക്കൂർ ഒരാഴ്ചയിൽ, ഏറ്റവും കൂടുതൽ സമയം അതിനാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന ആ തിയറിയിൽ തന്നെ പ്രോജക്റ്റുകളായിട്ട് ചെയ്യുക. ഇൻഡസ്ട്രിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഏത് തരത്തിലുള്ള ജോലിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രൊജക്റ്റുകളായിട്ടാണ്, പ്രോജക്റ്റ് വർക്കായിട്ടാണ് അവിടുത്തെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനുള്ള ഒരു പരിശീലനം
ശരിയായിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ നൽകുക എന്ന ഉദ്ദേശത്തോടെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നല്ലൊരു സമ്പ്രദായമായിട്ട് ഇവിടെ അത് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ 4 മുതൽ 6 വരെ എണ്ണം അടങ്ങിയ ബാച്ചുകളായിട്ട്, ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെ പ്രൊജക്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ പറ്റിയ ഓരോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും. അത് അധ്യാപകരുടെ സൂപ്പർവിഷനിൽ തന്നെ അത് അവരുടെ ഡിസൈൻ വർക്കും അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കും എല്ലാം പുരോഗമിച്ച് സെമസ്റ്റർ അവസാനമാകുമ്പോൾ ക്ലാസ്സിൽ തന്നെ ഒരു പ്രസന്റേഷൻ, പ്രോജക്ട് പ്രസന്റേഷൻ കൂടി നടത്തുക എന്നുള്ളതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ PBL, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിൽ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും സ്കൂളുകളിലും ഇപ്പോൾ ഇത്തരം സമ്പ്രദായങ്ങൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് എഞ്ചിനീയറിംഗിന്റെ ആവശ്യത്തിന് വേണ്ടിയ ഒരു ലെവലില്, ഒരു രീതിയിൽ അത് ഇവിടെ തുടങ്ങുകയാണ് ഈ ഒരു പുതിയ സ്കീമിൽ. അപ്പോൾ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെ അത് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. 3rd സെമസ്റ്ററിലെ ഒരു വിഷയം, ഇനി തുടർന്ന് വരുന്ന സെമസ്റ്ററിലും അത്തരം പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് സ്ലോട്ട് F ആയിട്ടാണ് ഇവിടെ പറയുന്നത്, E അല്ല. F ആയിട്ട് അത് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായുള്ള വിഷയങ്ങൾ. ഉദാഹരണത്തിന് ഗ്രൂപ്പ് എക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. അപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ലോജിക് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുക, അതിനു വേണ്ട പഠനം ഇവിടെ നടക്കുന്നു. ലെക്ചർ 2 മണിക്കൂറും തിയറി ട്യൂട്ടോറിയൽ 1 മണിക്കൂറും പിന്നെ പ്രൊജക്റ്റ് ആയിട്ട് 1 മണിക്കൂറും കൂടിയാണ് ഈ വിഷയങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റും ഇതിലും ഉണ്ടായിരിക്കും. മൈക്രോ പ്രോജക്റ്റുകളായിട്ട് ഓരോ കാര്യങ്ങൾ, വിഷയങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടും. അത് ചെയ്ത് വിജയകരമായിട്ട് പൂർത്തിയാക്കുക പ്രൊജക്റ്റ് ആയിട്ട്. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ആണ് മറ്റു 3 ഗ്രൂപ്പിനും ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കിപ്പോൾ അറിയാം, ഏറ്റവും കത്തി നിൽക്കുന്ന വളരെ നല്ല ഒരു വിഷയമാണ്. അത് ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട്, ഗ്രൂപ്പ് കോർ ആയിട്ട് തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിശദമായ സിലബസ് കണ്ടാൽ അറിയാം. അടുത്ത സ്ലോട്ട് G, 2 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഓരോ വിഷയം, ഒരു വിഷയം 3rd സെമസ്റ്ററിലാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വിഷയം 4th സെമസ്റ്ററിലായിരിക്കും. അതും യൂണിവേഴ്സിറ്റി കോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി തന്നെ കോർ വിഷയമായിട്ട്, എന്നാൽ ജനറൽ വിഷയങ്ങളാണ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണ് അത് വരുന്നത്. ആ ടൈപ്പ് ഓഫ് ദി കോഴ്സ് അത് എല്ലാ എഞ്ചിനീയേഴ്സും നമുക്കറിയാം, ഏത് മേഖലയിൽ ചെന്നാലും എക്കണോമിക്സ് അത്യാവശ്യമായിട്ട് വരും, പ്രത്യേകിച്ചും കുറച്ചും സീനിയർ ആയിട്ട് ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പ്രതിപാദിക്കുന്ന വിഷയമായിട്ടാണ് ഇതുള്ളത്. അതിന് ട്യൂട്ടോറിയലോ പ്രാക്ടിക്കലോ പ്രോജക്റ്റോ അവേഴ്സ് ഇല്ല. ജസ്റ്റ് 2 hours പെർ വീക്ക്, 2 ക്രെഡിറ്റും അതിനുണ്ട്. ഇനി അടുത്ത സെമസ്റ്റർ അവർക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് എഞ്ചിനീയറിംഗ് എത്തിക്സ്, എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രൊഫഷണൽ എത്തിക്സ് ആയിരിക്കും അത്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ പ്രതിബദ്ധത, അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം വേണ്ട വേറൊരു യൂണിവേഴ്സിറ്റി കോർ സബ്ജക്റ്റ് ആണ് അടുത്ത സ്ലോട്ട്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽ ഫോർ എഞ്ചിനീയേഴ്സ്. ആ വിഷയത്തിനും 2 മണിക്കൂർ ലെക്ചർ അവേഴ്സ് ഉണ്ടെങ്കിലും, ക്ലാസ്സിലുണ്ടെങ്കിലും ക്രെഡിറ്റ് 1 ഉള്ളൂ. ആ വിഷയത്തിന് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്റേണൽ അസസ്മെന്റിലും വ്യത്യാസങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ചില വിഷയങ്ങൾക്ക് 40, പ്രൊജക്ട് ബേസ്ഡ് ലേണിങ്ങിന് 60 മാർക്ക്. അപ്പോൾ ക്ലാസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വിഷയത്തിനും 60 മാർക്ക്. പിന്നെ 50 മാർക്കാണ് ഇന്റേണലിന് ഈ 2 സ്ലോട്ടിനും നൽകിയിരിക്കുന്നത്. ടോട്ടല് യൂണിവേഴ്സിറ്റി പരീക്ഷയും കൂടി കൂട്ടുമ്പോൾ എപ്പോഴും 100 മാർക്കായിട്ട് വരുന്നതായിരിക്കും. പിന്നെയുള്ളതാണ് പ്രാക്ടിക്കൽസ്, ലാബ് 1, ലാബ് 2. അത് ഇവിടെ പഠിക്കുന്ന കോർ വിഷയങ്ങൾക്ക്, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിനും എല്ലാം അതിന് അനുസരിച്ചുള്ള, തിയറിക്ക് അനുസരിച്ചുള്ള പ്രാക്ടിക്കൽസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് 3rd സെമസ്റ്റർ മുതൽ തുടങ്ങുന്ന വേറെ ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഭാഗമാണ് മൈനർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്.
അത് അതിനു വേണ്ടിയുള്ള മണിക്കൂറുകൾ ആഴ്ചയിൽ 4 മണിക്കൂർ വെച്ച് അത് പഠിക്കാൻ വരും ഒരാഴ്ചയിൽ. അപ്പോൾ ഓരോ ദിവസവും ശരാശരി ഓരോ മണിക്കൂർ വെച്ചായിരിക്കും ഏതെങ്കിലും 4 ദിവസങ്ങളിലായിട്ട്. അങ്ങനെ മൈനർ ഡിഗ്രിയും കൂടി നമുക്ക് കരസ്ഥമാക്കാം. അത് ഓപ്ഷണൽ ആണ്, നിർബന്ധമല്ല. അതാണ് ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. മൈനറിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ വിശദമായിട്ട് അറിയാം. ഇനി 4th സെമസ്റ്ററിലേക്ക് വരുമ്പോൾ വീണ്ടും ആദ്യ വിഷയം തന്നെ വളരെ പ്രാധാന്യത്തോടെ മാത്തമാറ്റിക്സിന് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള വിഷയമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 പ്രോഗ്രാം കോർ സബ്ജക്റ്റുകളാണ് ഇവിടെ. പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പ്രാധാന്യം അനുസരിച്ച് ആ രീതി അനുസരിച്ചുള്ള വിഷയങ്ങൾ ഇവിടെ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഒരെണ്ണം പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആയിട്ട് നേരത്തെ നമ്മൾ കണ്ടത് അതുപോലെയുള്ള സ്ട്രക്ചർ അതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ സ്വാപ്പ് ചെയ്ത് പഠിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമായിരിക്കും ഇത്. എക്കണോമിക്സ് ആദ്യത്തെ ഓഡ് സെമസ്റ്ററിൽ പഠിച്ചുവെങ്കിൽ എത്തിക്സ് ഈവൻ സെമസ്റ്ററിൽ അല്ല, നേരെ തിരിച്ചു. പിന്നെ 2 ലാബോറട്ടറി കോഴ്സുകളുണ്ട്. അത് മിക്കവാറും ഈ കോർ സബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. ഉദാഹരണത്തിന് മൈക്രോ പ്രോസസർ ആണ് തിയറി പഠിക്കുന്നതെങ്കിൽ ഇവിടെ മൈക്രോ പ്രോസസർ ലാബ് ആയിരിക്കും. അങ്ങനെ ഉള്ള വിഷയങ്ങളായിരിക്കും. സർക്യൂട്ട് റിലേറ്റഡ് വിഷയമാണ് ഇവിടെ കോറായിട്ട് പഠിക്കുന്നതെങ്കിൽ ഈ ലാബ് അതിൻ്റെതായ സർക്യൂട്ട് ലാബായിരിക്കും. അനലോഗ് സർക്യൂട്ട്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് തുടങ്ങിയതൊക്കെ അനുസരിച്ച്. അവസാനത്തെ ഒരു ഐറ്റം ഇവിടെ നേരത്തെ കണ്ട പോലെയുള്ള മൈനർ, പിന്നെ വേറെ ഒന്നുകൂടി വരുന്നുണ്ട് ഓണേഴ്സ്. അപ്പോൾ ഓണേഴ്സും മൈനേഴ്സും എന്താണെന്ന് സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ വിഷയങ്ങളും ഇതിനെ തുടർച്ചയായിട്ട് പഠിക്കും. അത് ഓപ്റ്റ് ചെയ്യാത്തവർക്ക് ആ സമയത്ത് റെമഡിയൽ ക്ലാസ്സുകൾക്കുള്ള അവസരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് മൈനർ ആവശ്യമില്ല, ഡിഗ്രി എക്സ്ട്രാ ആയിട്ടുള്ള ഡിഗ്രി എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഓരോ വിഷയത്തിനും തന്നെ സൈക്ലിക് ആയിട്ട് റെമഡിയൽ ക്ലാസ്, റെമഡിയൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രോബ്ലംസും ഒക്കെ ചെയ്ത് കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ഒരു സെഷൻ, ഒരു ക്ലാസ് സെഷൻ ആയിരിക്കും അത്. മൈനറും ഓണേഴ്സും ചെയ്യുന്ന കുട്ടികൾ ആ ക്ലാസ്സിൽ ആ സമയത്ത് ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ ബാക്കി കുട്ടികളെല്ലാം ഇരുത്തിക്കൊണ്ട് റെമഡിയൽ ക്ലാസ് ആയിട്ട് അത് തുടരും. 5th സെമസ്റ്റർ അഥവാ 3rd ഇയറിൽ വരുമ്പോൾ നമുക്ക് പിന്നെ മാത്തമാറ്റിക്സ് കോഴ്സ് വരുന്നില്ല. അത് 4th സെമസ്റ്ററോടെ കഴിഞ്ഞു. ഇവിടെ കോർ 5, പ്രോഗ്രാം കോർ 5, കോർ 6 സബ്ജക്ട് വന്നു. പിന്നെ വരുന്നത് ഇലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ ഇലക്റ്റീവ് ആണിത്. അതാണ് PE, പ്രോഗ്രാം ഇലക്റ്റീവ്. അതുപോലെ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് മൂന്നാമത്തെ ഒരു വിഷയവും ഇവിടെ വരുന്നുണ്ട്. ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ സ്പെസിഫൈഡ് ലിസ്റ്റ് ഓഫ് കോഴ്സസ് വിൽ ബി ഗിവൺ ബൈ ദ യൂണിവേഴ്സിറ്റി. ഓരോ ബ്രാഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുക്കാവുന്ന ഓരോ സെമസ്റ്ററിൽ 5th സെമസ്റ്റർ മുതലാണ് അത് വരുന്നത്. ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ഉണ്ടാകും. അതിന് ഒരു തുടർച്ചയും ഉണ്ടാവും. 5th സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു ഇലക്റ്റീവ് വിഷയത്തിന്റെ തുടർച്ചയായിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് 6th സെമസ്റ്ററിൽ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ വിഷയങ്ങളിൽ തന്നെ സ്പെഷ്യലൈസേഷൻ നടത്താനുള്ള ഒരു അവസരം ഇവിടെ നമുക്ക് കിട്ടുന്നു. ഓരോ കുട്ടിക്കും അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള, ആ ലിസ്റ്റിൽ കിടക്കുന്ന വിഷയങ്ങളിൽ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിൽ മൊത്തം 60 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏകദേശം 1/3 കുട്ടികൾക്ക് ഒരു വിഷയം എന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അത് 2/3 ആയാലും വിരോധമില്ല. കുട്ടികളോട് അതിനുള്ള ഓപ്ഷൻ 4th സെമസ്റ്റർ അവസാനിക്കുമ്പോൾ തന്നെ ഒരു ഗൂഗിൾ ഷീറ്റ് മുഖാന്തരമോ മറ്റോ കോളേജിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിൽ ഓഫർ ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയം അവർക്ക് ചൂസ് ചെയ്യാം. അതിൽ നിന്ന് ക്ലാസിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ഈ തിയറി വിഷയം പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്ലാസ് റൂമിലായിട്ട് കുട്ടികളെ മാറ്റി ഇരുത്തിക്കൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ലെക്ചർ ആൻഡ് ട്യൂട്ടോറിയൽ അവിടെ നടക്കുന്നതായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ചിലപ്പോൾ 6 വിഷയങ്ങൾ എലക്റ്റീവ് ആയിട്ടുണ്ടാകും. ആ 6 എണ്ണവും ഓപ്റ്റ് ചെയ്യണമെന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരവരുടെ സാധ്യത അനുസരിച്ച് അവിടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ആരൊക്കെയാണ് ഇത്തരം എലക്റ്റീവ് വിഷയങ്ങൾ ഓഫർ ചെയ്യാൻ താല്പര്യമുള്ളത്, തയ്യാറായി ഉള്ളത്, അതനുസരിച്ചുള്ള ഒരു തീരുമാനം ഡിപ്പാർട്ട്മെന്റ് HOD എടുക്കും. അത് കുട്ടികളെ അറിയിച്ചിട്ട് എലക്റ്റീവ് ഗ്രൂപ്പുകൾ അവിടെ തരംതിരിക്കും. പിന്നെയുള്ള F ഒരു സ്ലോട്ടാണ് ഗ്രൂപ്പ് കോർ സബ്ജക്റ്റ് ഡിസൈൻ
തിങ്കിങ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഓരോ ബ്രാഞ്ചുകളുടെയും രൂപമനുസരിച്ച് അതിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള സിലബസ് ആയിരിക്കും ഇവിടെ. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തിയറി വിഷയമാണ് ഇവിടെ പഠിക്കുക. പിന്നെയുള്ളത് ഒരു തിയറി ക്ലാസ് ഒന്നും ഇല്ലാത്ത എന്നാൽ ക്രെഡിറ്റ് അനുവദിച്ചിട്ടുള്ള ഒരു മൂക്ക് കോഴ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് അധ്യാപകര് അല്ല ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിന് പകരം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതാണ് MOOC മൂക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് സെൽഫ് സ്റ്റഡിയാണ്. കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ക്ലാസ് സമയത്തിന് പുറമേ ഉള്ള സമയത്ത് വീട്ടിലിരുന്നു കൊണ്ടും ആവാം ഓൺലൈനായിട്ട് അത് പഠിക്കാം. അത് പഠിച്ച് അതിൻ്റെ അസൈൻമെന്റ് ടെസ്റ്റ് ഒക്കെ അതിൽ തന്നെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ ഇവാലുവേഷനും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ നടക്കും. അത് വിജയിക്കണം. അത് കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റും കിട്ടും. അതിന് ചെറിയൊരു ഫീസും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് IIT പ്രോസസ്സും മറ്റും ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകളാണ്. അതും ഇവിടെ നിർബന്ധമായിട്ട് പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കോർ സബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലബോറട്ടറി വിഷയങ്ങൾ. അപ്പൊ തിയറി സബ്ജക്റ്റ് ഇവിടെ കോറിൽ പഠിക്കുന്ന കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വിഷയമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് മൈനർ ഓണേഴ്സ്, അതുപോലെ മിനി പ്രോജക്റ്റ് ഇനി 6th സെമസ്റ്റർ വരുന്നുണ്ട്. അതിന്റെ ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ മിനി പ്രോജക്റ്റ് നമുക്ക് 6th സെമസ്റ്ററിൽ ഇതാ ഇവിടെ വരുന്നുണ്ട്. 6th സെമസ്റ്റർ കരിക്കുലത്തിൽ ഒരു സ്ലോട്ടായിട്ട് പ്രോജക്റ്റ് വർക്കായിട്ട് അത് കാണാം. 3 മണിക്കൂർ ആഴ്ചയിൽ അതിനുണ്ടാകും. അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 കുട്ടികളുള്ള ഓരോ ചെറിയ ബാച്ചുകളായിട്ട് തരംതിരിച്ച് ഓരോ സൂപ്പർവൈസർ, ഓരോ ഫാക്കൽറ്റി ഗൈഡ് അഥവാ സൂപ്പർവൈസർ ആയിട്ട് പ്രവർത്തിക്കും. അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് കുട്ടികളുടെ താല്പര്യം അനുസരിച്ചുള്ള പ്രോബ്ലംസ് ചൂസ് ചെയ്ത് പഠിക്കുന്ന വിഷയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്ത് ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് അത് നടപ്പാക്കുക, അത് ഫാബ്രിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ മോഡൽ ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് കാണിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ ജോലിക്ക് ചെല്ലുമ്പോഴും ഇതുപോലെ നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. അവിടെയൊക്കെ ഇൻഡിവിജ്വലായിട്ടും ചർച്ച ചെയ്തും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ട്, എക്സ്പീരിയൻസ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു തിയറി മാത്രമായിട്ടുള്ളത് ആയിരിക്കരുത്. അതിന് നമുക്ക് നമ്മുടെ സമൂഹത്തിന് തന്നെ ഗുണം ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ, അതാണ് മിനി പ്രോജക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള പഠിക്കുന്ന വിഷയങ്ങൾ ഈ 6th സെമസ്റ്ററിൽ 2 എലക്റ്റീവുകളാണ് ഇവിടെ, പ്രോഗ്രാം എലക്റ്റീവുകൾ, ഓരോ ബ്രാഞ്ചിന്റെ രീതി അനുസരിച്ചുള്ള അവരുടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചേർത്തിട്ടുള്ളത്. അതുപോലെ 2 കോർ സബ്ജക്റ്റ് ആയിട്ട് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് വിഷയങ്ങളും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഓപ്പൺ ഇലക്റ്റീവ്. ഓപ്പൺ ഇലക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ബ്രാഞ്ച് പഠിക്കുന്ന വിദ്യാർത്ഥി ആ ബ്രാഞ്ചിൻ്റെതല്ലാത്തുള്ള ഒരു ഫീൽഡിൽ ഉള്ള ഒരു വിഷയം ചൂസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പം വേറെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ആയിരിക്കും അത് പഠിപ്പിക്കുക. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ നെറ്റ്വർക്കിങ്ങിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പൺ എലക്റ്റീവ് എടുക്കാം. അത് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാത് കോളേജുകളിൽ നേരത്തെ എലക്റ്റീവ് ചെയ്യുന്നത് പോലെ തന്നെ അവർ ഇത് സബ്ജക്റ്റുകൾ ഓഫർ ചെയ്യും, കോഴ്സുകൾ ഓഫർ ചെയ്യും. ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരിക്കും ആ വിദ്യാർത്ഥി ആവശ്യപ്പെടുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ് എന്നുള്ളത് ഒരു എലക്റ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സിവിൽ ബ്രാഞ്ചിന്റെ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിക്ക് അത് പഠിക്കാം. അല്ല എൻവറോൺമെന്റൽ എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ വിഷയം യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്യുന്നു, ആ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി വരുത്തും. യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പേഴ്സിന്റെ അപ്രൂവലോടെ അക്കാദമിക് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് പുതിയ പുതിയ വിഷയങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു ഇവിടെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്.
എങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലയിലെ സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ സാധിക്കുമെന്ന്. ഇവിടെ ഒരു ലബോറട്ടറി വിഷയമാണ്, കോഴ്സാണ് ഇവിടെ ഉള്ളത്. അത് മിക്കവാറും പഠിക്കുന്ന ഒരു എലക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ആ ബ്രാഞ്ചിൻ്റെതായുള്ള ഒരു ലബോറട്ടറി വിഷയമായിട്ടോ വരാം. റെമഡിയൽ / മൈനർ / ഓണേഴ്സ് കോഴ്സ് അത് ഓപ്ഷനിലാണ്, മൈനറും ഓണേഴ്സും. അത് ചൂസ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് റെമഡിയൽ കോഴ്സ് ചെയ്യാം. ആഴ്ചയിൽ അത് 4 മണിക്കൂർ അങ്ങനെ വരുന്നതായിരിക്കും. പിന്നീട് യൂണിവേഴ്സിറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ്: ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് മാക്സിമം 10 days വരെ വരാം. എന്ന് വെച്ചാൽ 10 ദിവസം തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ടൂർ പ്ലാൻ ചെയ്യും. ആ ടൂറിൽ ഇൻഡസ്ട്രീസ്, അതായത് പഠിക്കുന്ന ബ്രാഞ്ചുമായിട്ട് ബന്ധമുള്ള ഇൻഡസ്ട്രീസിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും അവിടെ വിസിറ്റ് നടത്തും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കി കണ്ട് പഠിക്കും. അങ്ങനെ ഒരു പദ്ധതികൾ മിക്കവാറും ഇൻഡസ്ട്രികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിസിറ്റിന് ഉള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ അതിന് ഫീസൊക്കെ വാങ്ങുമായിരിക്കും. അത് ഓരോ ഇൻഡസ്ട്രിയെ, സ്ഥാപനത്തെ ആശ്രയിച്ചിരിക്കും. അത് അഥവാ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 10 ദിവസത്തിൽ കൂടാത്ത ഉള്ള ഒരു പീരീഡിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ടും ചെയ്യാനുള്ളതാണ്. അത് 5th സെമസ്റ്ററിലോ 6th സെമസ്റ്ററിലോ ചെയ്യാം. അതാണ് S5/6 എന്ന് ഇവിടെ സ്ലോട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഫൈനൽ ഇയറിലേക്ക് പ്രവേശിക്കുകയായി. അതിൽ പ്രോഗ്രാം എലക്റ്റീവുകളാണ് ഇവിടെ PE5 PE6 കാണുന്നത്. അഥവാ ഈ 7th ഉം 8th ഉം സെമസ്റ്ററുകളിലായിട്ട് ഇന്റേൺഷിപ്പ്, മൂക്ക് കോഴ്സ് തുടങ്ങിയവ ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. ഇന്റേൺഷിപ്പ് ഒന്നുകിൽ 7th സെമസ്റ്ററിൽ അല്ലെങ്കിൽ 6th സെമസ്റ്ററിൽ ചെയ്യേണ്ട നിർബന്ധമാണ്. യൂണിവേഴ്സിറ്റിയുടെ റൂള് പ്രകാരം നമ്മൾ പഠിക്കുന്ന കോളേജിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ നിർവാഹമില്ല. പുറത്തുള്ള ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ചെയ്യണം. 4 മാസം വരെ ഡ്യൂറേഷനുള്ള ലോങ് ടേം ഇന്റേൺഷിപ്പ് ആവാം. അല്ല, അതിൽ കുറഞ്ഞ പീരീഡിലും ചില ഇൻഡസ്ട്രികൾ അത് ഓഫർ ചെയ്യും. ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. അതിന്റെ ബാക്കി സമയം, ബാക്കി വിഷയങ്ങൾ ക്യാമ്പസിൽ വന്ന് പഠിക്കാനും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും അവിടെ കിട്ടുന്നതായിരിക്കും. കാരണം ഇന്റേൺഷിപ്പിന്റെ പീരീഡ് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് ക്യാമ്പസിൽ നടക്കുന്ന വിഷയങ്ങൾ ഫിസിക്കലി വന്നിരുന്ന കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അവിടെ ഓഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു വിഷയമായിട്ട് തന്നെ, പൂർണ്ണ വിഷയമായിട്ട് തന്നെ ഇവിടെ സെമിനാർ വന്നിട്ടുണ്ട്. സെമിനാറിൽ 3 മണിക്കൂറാണ്. ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് തന്നെ മുഴുവൻ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും മുമ്പാകെ ഒരു പ്രത്യേക വിഷയം നമ്മൾ ചൂസ് ചെയ്ത് ആ വിഷയത്തിൽ ഒരു 20 മിനിറ്റ് നേരം പ്രസന്റേഷൻ നടത്തുക. സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ട് അധ്യാപകരുടെ ഗൈഡൻസിന്റെ വെളിച്ചത്തിൽ അവിടെ പ്രസന്റേഷൻ നടത്തും. 5 മുതൽ 10 മിനിറ്റ് വരെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ 7th സെമസ്റ്ററിൽ നമ്മൾ മേജർ പ്രോജക്റ്റിന് തുടക്കമിടുകയാണ്. അപ്പോൾ പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലർ ക്യാമ്പസിനകത്ത് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിട്ട് പുറത്ത് അത് ചെയ്യാനും അവസരം ഇവിടെ. അങ്ങനെ വൈവിധ്യമാർന്ന ഒരു സെമസ്റ്ററാണ് സത്യം പറഞ്ഞാൽ 7th സെമസ്റ്റർ ആയിട്ട് വരുന്നത്. മൈനർ ഓണേഴ്സ് തിരഞ്ഞെടുത്തവർക്കും ആ സെമസ്റ്ററിൽ പ്രോജക്റ്റ് ആണ് സാധാരണ വരുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ മൂക്ക് പോലത്തെ കോഴ്സുകൾ. 8ാം സെമസ്റ്റർ ഫൈനൽ ആയിട്ടുള്ളത്, അതിൽ പ്രാക്ടിക്കൽ ലാബ് കോഴ്സ് ഇല്ല. ഇലക്റ്റീവ് ഉണ്ട്. പിന്നെ ഓപ്പൺ ഇലക്റ്റീവ് അഥവാ ILE, ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവ് ആണത്. അത് നമ്മുടെ പഠിക്കുന്ന കോളേജ് ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിട്ട് ഒരു MOU ധാരണയിലെത്തിയിട്ട് കുട്ടികളെ അവിടെ ഇലക്റ്റീവ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് ആയിട്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 8 സെമസ്റ്റർ കൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ പൂർത്തിയാവുകയാണ്. 167 ക്രെഡിറ്റ് പലതരത്തിലുള്ള തിയറി, പ്രാക്ടിക്കൽ വിഷയങ്ങൾ, പ്രോജക്റ്റ് വർക്ക് എല്ലാം ചെയ്തിട്ട് നമ്മൾ നേടുന്നതാണ്. അതുകൂടാതെ ഈ 8 സെമസ്റ്റർ കാലയളവിൽ 3 ബ്ലോക്കുകളായിട്ട് 3 തരത്തിലുള്ള ആക്ടിവിറ്റികളായിട്ട് കുട്ടികൾ ഇതിലേതെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 40 വീതം പോയിന്റ്സ് മിനിമം, ടോട്ടൽ 120 പോയിന്റ്സ് നേടണം.
പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ സാധിക്കും. കരിക്കുലത്തിന്റെ വീഡിയോ അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണിത്. ബാക്കി സീനിയർ സെമസ്റ്റേഴ്സിന്റെ പാഠ്യക്രമത്തെക്കുറിച്ച് ഇവിടെ ഏകദേശം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി പോയിന്റ്സ് നമുക്ക് അടുത്ത വീഡിയോവിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.